നമുക്ക് അറിയാത്തൊരു ചോദ്യ പേപ്പർ ആണെങ്കിൽ പോലും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ മാക്സിമം എഴുതുക എന്നുള്ളതാണ്. തിയറിക്ക് 100 മാർക്കിന്റെ പരീക്ഷയിൽ 100 മാർക്ക് നേടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അറിയാത്ത ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്യണം. അതെ, വെറും 1 മാസം കൊണ്ട് NIOS പരീക്ഷ നിങ്ങൾക്ക് ഉയർന്ന മാർക്കോടെ വിജയിക്കാം. എങ്ങനെയെന്നല്ലേ? അതെ, കുറച്ച് സമയം പഠിക്കാം, കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാം. എന്നാൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എക്സാമിന് വരുന്നതും കൂടി ആയാലോ? ബേസിക് 4 ടോപ്പിക് കണ്ടന്റിലൂടെ എല്ലാ കാര്യങ്ങളും ഈസിയായി ഓർത്തിരിക്കാം. ഒബ്ജക്റ്റീവ് ബാങ്കിലൂടെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കാതെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ മാത്രം പഠിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ കഴിഞ്ഞ 5 വർഷം റിപ്പീറ്റായി ചോദിച്ച ചോദ്യങ്ങളെല്ലാം കവർ ചെയ്യാം. അവസാനം ഒരു മോഡൽ എക്സാമിലൂടെ പരീക്ഷയുടെ പേടിയും മാറ്റാം. ഇതെല്ലാം ബാസ് ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. സോ ബുക്ക് യുവർ സീറ്റ്സ് നൗ. ഹലോ എവരിവൺ, ബാസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2026 എക്സാമാണ് നമുക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇനി തുടങ്ങാൻ പോകല്ല, നമ്മുടെ എക്സാംസ് ഏകദേശം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അതിൽ സബ്ജക്ട്സുകളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സബ്ജക്ട്സിന്റെ എക്സാംസ് ഒക്കെ നമുക്ക് ഏകദേശം 13 തൊട്ടാണ് വരുന്നത്. അതായത് നാളെ ഒക്കെ ആയിട്ട് നമ്മുടെ എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്കുകൾ ഓൾറെഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് മാർക്കുകൾ ലഭിക്കാനുമുണ്ട്. അപ്പോൾ ഇതുവരെ ലഭിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇനി നമ്മൾ എത്രത്തോളം മാക്സിമം എടുക്കണം എന്നുള്ളതും നമുക്കത് വിജയിക്കണം എന്നുള്ളതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതുവരെ നമ്മൾ എടുത്ത കാര്യങ്ങളും ഇനി നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളും കൂട്ടിയിട്ട് എങ്ങനെ അത് പാസ്സാവാന്നുള്ളതാണ് വീട്ടിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏപ്രിൽ 2026 പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ഇനിയിപ്പോൾ പഠിച്ച തീരുന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ ആർക്ക് വേണമെങ്കിൽ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ബാസ് ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. സോ അതിന്റെ സെക്കൻഡ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു വീക്കും കൂടി നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് സെക്കൻഡ് ബാച്ചിലോട്ട് എൻറോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് ഒരുപാട് കുട്ടികൾ വരുന്ന അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ബാച്ച് ക്ലോസ് ചെയ്യാതിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ കുട്ടികൾക്ക് ക്രാഷ് മാത്രമേ ഉള്ളൂ. കാരണം ഒന്നും പഠിക്കാത്ത കുട്ടികൾ, ഇനിയിപ്പോൾ ഫുൾ ഇരുന്ന് പഠിക്കാൻ നേരില്ലാത്ത കുട്ടികൾക്ക് എക്സാം ഓറിയന്റഡ് ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്രാഷിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ കോഴ്സ് ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ ദയവായിട്ട് നമ്മുടെ കോഴ്സിലോട്ട് വരുന്നത്. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളോ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ നമ്മൾ വിളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസിന്റെ മാത്രം എടുത്തിട്ട് അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളത് താഴെ നമ്മളോട് വിളിച്ച് മക്കളെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏപ്രിൽ 2026 എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും PCP ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തം പ്രാക്ടിക്കലിന്റെ പകുതി മാർക്ക് 50% മാർക്ക്, അതായത് ഇപ്പോൾ 30 മാർക്കാണ് നമ്മുടെ പ്രാക്ടിക്കലിനെങ്കിൽ ആ 30ന്റെ 15 മാർക്ക് 50% എന്ന് പറയുമ്പോൾ അതിന്റെ 15 മാർക്ക് നമുക്ക് ഓൾറെഡി കിട്ടി. അതായത് പ്രാക്ടിക്കലിന്റെ പകുതി മാർക്ക് 50% ഓൾറെഡി നിങ്ങളൊക്കെ അച്ചീവ് ചെയ്തു. കാരണം നിങ്ങളുടെയൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു. സോ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ പകുതി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി, അത് നിങ്ങളുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കുട്ടികളൊക്കെ ഇന്റേണൽ അസസ്മെന്റ്, അതായത് TMA ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. സോ TMAയുടെ മാർക്ക് എല്ലാവർക്കും കിട്ടി. സോ TMAയുടെ മാർക്കും നമുക്ക് ഈ വീക്ക് എത്ര മാർക്ക് വെച്ചാൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കാരണം TMAയുടെ മാർക്ക് ഇനിയും വരാത്ത കുട്ടികളുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം TMAക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വന്നിരിക്കണം എന്നുള്ളതാണ്. കാരണം എങ്കിലും നമുക്ക് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് ആ TMA കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴെന്താ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കണം എന്ന് ചെക്ക് ചെയ്യുക. സോ പ്രാക്ടിക്കലിന്റെ പകുതി മാർക്കും നമുക്ക് കിട്ടി. ഇന്റേണൽ അസസ്മെന്റ് അഥവാ TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടി. സോ ഈ പ്രാക്ടിക്കലിന്റെ പകുതി മാർക്കും ഇന്റേണൽ അസസ്മെന്റിന്റെ ഫുൾ മാർക്കും നമുക്ക് കിട്ടി. അതിന്റെ കൂടെ ഇനി നമുക്ക് വരാൻ പോകുന്നതാണ് തിയറി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നാളെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ തിയറി എക്സാമിനേഷൻ. ഇങ്ങനെ 3 കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് 100 മാർക്കിന്റെ പരീക്ഷ നടക്കുന്നതെങ്കിൽ നമുക്ക് പ്ലസ് 2 കുട്ടികൾക്കൊക്കെ ഇതിൽ സെപ്പറേറ്റ് പാസ്സാവണം, ഇതിൽ വേറെ പാസ്സാവണം. ഇത് രണ്ടും കൂടി കൂട്ടി നമുക്ക് ജസ്റ്റ് പാസ് മാർക്ക് വേണം. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ തിയറിയും പ്രാക്ടിക്കലും കൂട്ടിയിട്ട് നമുക്ക് 33% അഗ്രിഗേറ്റ് മാർക്ക് വേണം. ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഓൾറെഡി ലഭിച്ച മാർക്കുകളാണ് പ്രാക്ടിക്കലിന്റെ പകുതി മാർക്ക് എന്ന് പറയുന്നത്. പകുതി മാർക്ക് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതിയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലിന്റെ ഫുൾ മാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നേടിയിട്ടുണ്ടാവും. സോ ഓൾറെഡി എൻ്റെ കുട്ടികൾക്ക് പ്രാക്ടിക്കലിന്റെ PCPയുടെ മാർക്കും കിട്ടി, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കും കിട്ടി. സോ അത് ഓക്കെയാണ്. എൻ്റെ കുട്ടികൾക്ക് ഇന്റേണൽ അസസ്മെന്റ്, അതായത് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് TMAയുടെ മാർക്കും എല്ലാവർക്കും കിട്ടി. സോ ഈ ഒരു 20-30 മാർക്ക് പ്ലസ് അതിൻ്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റും കൂട്ടിയിട്ട് നമുക്ക് ഓക്കെയാണ്. ഇപ്പോൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകളാണെങ്കിൽ നമുക്കിവിടെ 0 മാർക്ക് ആണെങ്കിൽ, അസൈൻമെന്റ് 20 മാർക്ക് ആണെങ്കിൽ, പിന്നെ തിയറി നമുക്ക് വരുന്നത് 80 മാർക്കാണ്. സോ 80 + 20 അങ്ങനെയാണ് നമുക്ക് 100 മാർക്ക് വരും. അപ്പോൾ നമ്മൾ 100 മാർക്കിന്റെ എക്സാം എഴുതിയാൽ പോലും അതിനെ കൺവേർട്ട് ചെയ്ത് 80 മാർക്കോട് കൊണ്ടുവന്ന് അതിന് കൂടി 20 മാർക്ക് കൂടി 100 മാർക്ക് പാസ്സാകും. ഇനി പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ഇപ്പോൾ ഒരു 20 മാർക്കാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഇന്റേണൽ ഈ 20ഉം ഇന്റേണൽ അസസ്മെന്റ് ചിലപ്പോൾ ഒരു 15 ഉണ്ടാവുള്ളൂ. 15 ഒരു മാക്സിമം മാർക്ക്, 20 35 ആവും. ബാക്കി ഒരു 65 മാർക്കൊക്കെ ആയിരിക്കും തിയറി വരിക. സോ ഈ 65 85നെ കൺവേർട്ട് ചെയ്തായിരിക്കും 65 ഉണ്ടാവുക. സോ ഇത് 3 കൂട്ടിയിട്ടാണ് നമുക്ക് പാസ് മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് ജസ്റ്റ് പാസ്സാവണം എന്ന് ആഗ്രഹം കുട്ടികളുണ്ടാവും. ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് ആഗ്രഹം കുട്ടികൾ, അല്ലെങ്കിൽ നല്ല മാർക്കോട് കൂടി പാസ്സാവണം എന്ന് ആഗ്രഹം കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചത്
നമ്മുടെ പ്രാക്ടിക്കലിന്റെ PCPയുടെ പകുതി മാർക്കും കിട്ടി, പ്രാക്ടിക്കൽ ഫുൾ മാർക്ക് നമുക്ക് നേടി എന്നുള്ളത് ഓക്കെയാണ്. അതേപോലെ അസൈൻമെന്റ് നമ്മൾ ഫുൾ മാർക്ക് നേടിയെങ്കിൽ ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ തിയറി എക്സാമിനേഷന്റെ മാർക്കാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ കുട്ടികൾക്ക് അറിയില്ല അതിനെക്കുറിച്ച്. ഇങ്ങനെ ഒരു കാൽക്കുലേഷനിലാണ് ഈ മാർക്ക് ഇടാൻ പോകുന്ന അറിയില്ല. ഇവർ വിചാരം എന്ന് വെച്ചാൽ കുട്ടികൾ ചിന്തിക്കുന്നത് ഈ 100 മാർക്ക് പരീക്ഷ എഴുതിയാൽ അതിൽ 23 33 എടുത്താൽ ഞാൻ നേരിട്ട് പാസ്സാവുന്നുള്ളൂ. അങ്ങനെയല്ല, ഇതൊരു കൺവേർഷൻ ഒക്കെ വരുന്നതുകൊണ്ട് ഇതിന്റെ കാൽക്കുലേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാണ്. സോ ഇത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നാളെ തൊട്ട് നിങ്ങൾക്ക് പരീക്ഷ വരുമ്പോൾ ജസ്റ്റ് പാസോ അല്ലെങ്കിൽ ഹൈ പാസോ കിട്ടും, നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതുവരെ നമുക്ക് കിട്ടിയ പ്രിയാറും ITM ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തിയറിയിൽ 80 മാർക്കിലാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ 64 മാർക്ക്. എങ്ങനെയാണ് അവർ കണക്കാക്കുന്നത് വെച്ചാൽ അതിന് മുകളിൽ മാർക്ക് നമ്മൾ പരീക്ഷ എഴുതേണ്ടി വരും. ഇപ്പോൾ 100 മാർക്കിന്റെ പരീക്ഷ എഴുതിയാലാണ് അതിന് 80 കൺവേർട്ട് ആക്കുക. അപ്പോൾ 100 നിങ്ങൾ ഈ 100 മാത്രം നോക്കിയാൽ മതി. ആ 100 33 മാർക്ക് നേടണം എന്നാണ് ചിന്തിക്കേണ്ടത്. അതേപോലെ ഇതിപ്പോൾ 64 പറയുമ്പോൾ ചിലപ്പോൾ 85 എക്സാം നടക്കണമെങ്കിൽ 85 നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മാർക്ക് എത്ര അത് നേടണം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കത് കൺവേർട്ട് ചെയ്യുമ്പോഴും ആ മാർക്ക് അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് പാസ് ആവുക എന്നുള്ളത് വളരെ ഈസിയാണ് NIOSനെ സംബന്ധിച്ചിടത്തോളം. കാരണം മറ്റുള്ള എക്സാം പോലെയല്ല, NIOS കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നോക്കേണ്ടത് തിയറി എക്സാമിനേഷനോട്ട് നമ്മൾ വരും. നാളെ തൊട്ട് നമ്മൾ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബാസിന്റെ ക്രാഷ് കോഴ്സ് പഠിച്ച കുട്ടികൾ, അതിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ട്, Q&A ഉണ്ട്, നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. സോ ഇതൊക്കെ നമ്മൾ പഠിച്ച ഏകദേശം റെഡിയാണ്. അപ്പോൾ നിങ്ങൾ നാളെ എക്സാം ഹാളിലോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എക്സാം ഹാളിൽ എത്തുന്നവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ, കുഴപ്പമില്ല. പ്രിപ്പയർ ചെയ്താൽ പുതുതായിട്ടൊന്നും പഠിക്കരുത്. ഇപ്പോൾ നമ്മുടെ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് കയ്യിലുണ്ടോ അത് പഠിക്കുക. അതേപോലെ Q&A നിങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ജസ്റ്റ് എക്സാം ഹാൾ വരെ നിങ്ങൾക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. വൺസ് എക്സാം ഹാളോട് എൻ്റർ ആക്കാൻ പറഞ്ഞാൽ നിങ്ങളതൊക്കെ വിടുക, എല്ലാം മൈൻഡ് ചെയ്ത് വിടുക, എല്ലാം ഒഴിവാക്കുക. ദെൻ എക്സാം ഹാളിലോട് ചെല്ലും. എക്സാം ഹാളിലോട് ചെല്ലുമ്പോൾ അവർ ഫസ്റ്റ് നമുക്ക് തരുന്നതാണ് റീഡിംഗ് ടൈം എന്ന് പറയും. 15 മിനിറ്റ് നമുക്ക് റീഡിംഗ് ടൈം ഉണ്ട്. ഈ 15 മിനിറ്റ് റീഡിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നിങ്ങളോട് ജസ്റ്റ് 15 മിനിറ്റ് വായിച്ചു നോക്കാനാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു 15 മിനിറ്റ് യൂട്ടിലൈസ് ചെയ്യണം എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ആ 15 മിനിറ്റിൽ കൊടുക്കാം. അപ്പോൾ ഈ കിട്ടുന്ന 15 മിനിറ്റിൽ നമ്മൾ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക മാത്രമല്ല അതിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ A ആണോ, ഓപ്ഷൻ B ആണോ, C ആണോ, D ആണോ എന്നുള്ള ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് എക്സാം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് 2.5 മണിക്ക് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ടൈം ഇട്ട് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ആദ്യത്തെ 50 മാർക്ക് നേടാൻ വേണ്ടിയിട്ടാണ്, 50 മാർക്സ് ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷൻ എയിൽ സ്റ്റാർട്ട് ചെയ്യുക. സെക്ഷൻ എയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാം MCQ ക്വസ്റ്റൻ ആണ് വരിക. 20 ചോദ്യങ്ങൾ നമുക്ക് MCQ ആണ് വരിക. സോ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 3 മണിക്കൂർ എക്സാമിനേഷനിൽ ഒരു 2.5 മണിക്കൂറുള്ളിൽ തന്നെ പരീക്ഷ തീരണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഇത് കാറ്റഗറൈസ് ചെയ്യാൻ. അതായത് 1 മിനിറ്റോടെ ഒരു ക്വസ്റ്റ്യൻ എഴുതി തരണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 20 നമുക്ക് ഈസി ആയിട്ട് പോകും. ട്രൂ ഓർ ഫാൾസ് ആണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ്, മാച്ച് ഓഫ് ഫോളോയിങ്, 1 വേർഡ് ഒക്കെ നമുക്ക് ഒരു 1 അവറിനുള്ളിൽ തന്നെ തീർക്കാൻ പറ്റണം. അങ്ങനെ 50 മാർക്കിന്റെ ആൻസേഴ്സ് നമ്മൾ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അടുത്ത് വരുന്നത് സെക്ഷൻ B ആണ്. ദെൻ നിങ്ങൾ സെക്ഷൻ Bയിലോട്ട് പോവാം. അപ്പോൾ എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു, സാറേ സെക്ഷൻ B ആദ്യം എഴുതാൻ പറ്റുമോ, സെക്ഷൻ A ലാസ്റ്റ് എഴുതാൻ പറ്റുമോ, സെക്ഷൻ A എന്ന് കുറച്ച് എഴുതിയിട്ട് പിന്നെ സെക്ഷൻ Bയിലോട്ട് പോകാൻ പറ്റുമോ? ഞാൻ പറയുന്നത് മിക്സ് ചെയ്ത് എഴുതണ്ട. ഒന്നെങ്കിൽ നിങ്ങൾ സെക്ഷൻ B തുടങ്ങിക്കോ. അതായത് നിങ്ങൾക്ക് എഴുതുന്നതാണ് കുറച്ചും കോൺഫിഡൻസ്. നിങ്ങൾ VSA SA LA ആ സെക്ഷൻ B സ്റ്റാർട്ട് ചെയ്തോ, അത് വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തോ സെക്ഷൻ Aയിലോട്ട് വന്നോ, ഒബ്ജക്റ്റീവിലോട്ട് വന്നോ. അതല്ല സെക്ഷൻ Aയിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അത് ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെക്ഷൻ Bയിലോട്ട് പോകുക. അല്ലാതെ സെക്ഷൻ Aന്ന് ഒബ്ജക്റ്റീവ് 2 ക്വസ്റ്റ്യൻസ്, മറ്റേ ഡിസ്ക്രിപ്റ്റീവിന്റെ സബ്ജക്റ്റീവ് 2 ക്വസ്റ്റ്യൻസ് അങ്ങനെ മിക്സ് ചെയ്ത് എഴുതരുത്. അങ്ങനെ എഴുതുന്ന തെറ്റെന്നല്ല പറയുന്നത്. നമ്മുടെ മാർക്കുകൾ കുറഞ്ഞു പോകാൻ ചാൻസ് വരും. നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, നമ്മൾ അത്രയും പഠിക്കാത്തൊരു കുട്ടിയാണെന്നുള്ളത് വെറുതെ നമ്മൾ അവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ പേപ്പർ പ്രസന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. നമുക്ക് അറിയാത്തൊരു ചോദ്യ പേപ്പർ ആണെങ്കിൽ പോലും, നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മൾ മാക്സിമം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം അതിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. നിങ്ങൾ ബാക്കിൽ നിന്ന് മുന്നോട്ട് ചെയ്താൽ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് ബാക്കിലോട്ട് ചെയ്താൽ, പക്ഷേ ഓർഡർ തന്നെ എഴുതുക. ഇപ്പോൾ ആൻസർ പറഞ്ഞ ഒരു ആൻസർ കീ ആണ് ടീച്ചേഴ്സിന് കൊടുക്കുക വാലിഡേറ്റ് ചെയ്യുമ്പോൾ. കാരണം അവർക്കും ഇത് ഒന്നാമത്തെ ആൻസർ ഇതാണ്, അങ്ങനെ നോക്കി പോയാൽ. അപ്പോൾ നമ്മൾ 1 എഴുതി 1 ഓക്കെ, പിന്നെ 10 ഓക്കെ, പിന്നെ 20 ഓക്കെ, പിന്നെ വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇവർ ഈ ആൻസർ കീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പേണ്ടി വരും ഇതിൻ്റെ ഉത്തരങ്ങൾ എവിടെയെന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ഓർഡറിൽ അങ്ങനെ പോകണമെന്നായിരിക്കും. ഓർഡറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ഫുള്ളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് നാളെ പോകുമ്പോൾ, പരീക്ഷകൾ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു ചോദ്യം വന്നാൽ ടെൻഷൻ ആവാൻ നിൽക്കേണ്ട. അത് ഏത് പാഠത്തിനാണ് വന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഏത് പാഠത്തിനാണ് വന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ പാഠമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതങ്ങനെ എഴുതി വെച്ചോളി. മാർക്ക് സ്കോർ ആയിക്കോളും. ഒന്നും വിട്ടിട്ട് പോരരുത്, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിച്ച് പോരരുത്, അല്ലെങ്കിൽ നമ്പർ ഇട്ടിച്ച് പോരരുത്. അവിടെ ഫുൾ ആൻഡ് ഫുൾ ഫില്ല് ചെയ്യുക. അവർ ആവശ്യപ്പെടുമ്പോൾ വേർഡ് ലിമിറ്റ് ഒക്കെ പറഞ്ഞപ്പോൾ 300 വേർഡ്സിൽ എഴുതണം എന്ന് പറയുമ്പോൾ നിങ്ങൾ 500 വേർഡ്സിൽ എഴുതാൻ നിൽക്കരുത്. ഒരു 300 310 തന്നെ അത് ഒതുക്കാം. 250 300 തന്നെ ഒതുക്കാൻ നോക്കണം. സോ മാക്സിമം വേർഡ് ലിമിറ്റ്സ് കീപ്പ് ചെയ്യാം. ഈ വേർഡ് ലിമിറ്റ് ഒക്കെ പറഞ്ഞാൽ നമുക്ക്
ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒരു പേപ്പറിൽ നമുക്ക് ഒരു ലൈൻ എഴുതാം, നമുക്ക് 4 വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു പേജിൽ മൊത്തം ചിലപ്പോൾ ഞാൻ എഴുതുന്നത് 50 വേർഡ്സോ 40 വേർഡ്സ് ആയിരിക്കും. അപ്പോൾ അതേപോലെ ഒരു ഏകദേശം ഒരു കണക്കിട്ടില്ല, ഓരോ വേർഡും പോയിട്ട് എണ്ണാൻ നിൽക്കൊന്നും വേണ്ട, ഏകദേശം ഒരു ഐഡിയക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വേർഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ടെൻഷൻ ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ഫുൾ എഴുതിയിട്ട് അത് ഫുള്ള് കൗണ്ട് ചെയ്തിരിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം ഒരു ഇത്ര എഴുതുകയാണെങ്കിൽ ഒരു 20 വേർഡ്സ്, ഇത്രയാണെങ്കിൽ 50 വേർഡ്സ്, ഒരു ഇത്രയാണെങ്കിൽ 75 വേർഡ്സ്, ഇത്രയാണെങ്കിൽ 100 വേർഡ്സ്, 2 പോറാണെങ്കിൽ 250 വേർഡ്സ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അത് ഓക്കെയാണ്. അങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ മതി, അങ്ങനെ തന്നെ കൊടുക്കുക. അല്ല കറക്റ്റ് ഇത് എണ്ണ ആവണമെന്നൊന്നും ഒരു നിയമമല്ല, നിങ്ങൾ ഇതിനുള്ളിൽ വരണം എന്നുള്ളത് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ എക്സാമിൻ്റെ പ്രസൻറ്റേഷൻ ആണ് നാളെ തൊട്ട് നമ്മൾ നോക്കുക. ഇതുവരെ നമുക്ക് സ്കോർ ചെയ്ത പ്രാക്ടിക്കലിൻ്റെ മാർക്ക്, അസൈൻമെൻറ്റ് മാർക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് സ്കോർ ചെയ്യാൻ പോകുന്നത് നമ്മൾ തിയറി എക്സാമിനേഷൻ ആണ്. സോ തിയറി എക്സാമിന് ജസ്റ്റ് പാസ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹൈ പാസ് ആവാൻ വേണ്ടിയിട്ടോ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇത്രയുള്ളൂ. പഠിക്കുന്നത് ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിക്കുക ഒക്കെ ഓക്കെയാണ്. പക്ഷേ നാളത്തെ എക്സാം തൊട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, നാളത്തെ എക്സാം നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ പ്രസന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാക്സിമം എഴുതുക, ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടുപോയത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും എഴുതി നിങ്ങളവിടെ ഗ്യാപ്പ് ഇട്ട് പോന്നിട്ട് വേറെ ആർക്കും എഴുതാനാണ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം ആ നോക്കണ സാറൊന്നും അവിടെ ഒന്നും എഴുതില്ല, നമ്മൾ തന്നെ അത് എഴുതണം. അപ്പോൾ ചോദ്യം നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം എഴുതാനായിട്ട് ഒരു ഗ്യാപ്പ് ഇടണ്ട. നമുക്കറിയാത്ത കാര്യങ്ങളാണ് അറിയുന്ന പോലെ നിങ്ങൾക്ക് ആ പാഠമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അപ്പം എന്താണോ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിലോട്ട് ചെയ്താൽ അതൊരു ആ ചാപ്റ്റർ റെലവെൻ്റ് ആയിട്ടുള്ള കാര്യം, ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം. അതാണ് ആദിത്യ സാറിൻ്റെ ഗോഡ് തിയറി, ആർഡർ സിദ്ധാന്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഒരു കാര്യത്തെ ചോദിക്കുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് എക്സാക്ട്ലി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ നാളത്തെ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി എക്സാമിനേഷൻ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വിട്ടേക്ക് മക്കളെ. ഇതിപ്പോൾ നോക്കേണ്ട, ഇപ്പോൾ നോക്കേണ്ടത് തിയറി എക്സാമിനേഷൻ ആണ്. തിയറിക്ക് 100 മാർക്കിൻ്റെ പരീക്ഷയിൽ 100 മാർക്ക് നേടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അറിയാത്ത ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്യണം. അത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ പാഠം ഏത് പാഠത്താണ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നോക്കി അറിയാൻ പറ്റും. സോ പാഠത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഒബ്ജക്റ്റീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിട്ടുപോകരുത്, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കുക. എല്ലാ ചോദ്യങ്ങളും എൻ്റെ കുട്ടികൾ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിരിക്കണം. മക്കളെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ട്രസ്റ്റ് മീ. ഓക്കെ, കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് നല്ല മാർക്കോട് ജയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീഡിയോ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് എക്സാമിൻ്റെ പ്രസന്റേഷൻ എങ്ങനെയാണ്, നാളത്തെ എക്സാം നമ്മൾ എങ്ങനെ എഴുതാന്നുള്ളതാണ്. അപ്പോൾ ടെൻഷൻ വേണ്ട, ആശങ്ക വേണ്ട, ഒരു കൺസേൺ ആവശ്യമില്ല. നമ്മളൊക്കെ ഇത്ര തന്നെ പഠിച്ചിട്ടുള്ളൂ, നമ്മളൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ, നമ്മളൊക്കെ നാളത്തെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ നല്ല മാർക്കോട് വിജയിക്കും വേണം, അതൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ എനിക്ക് ഇത്ര പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ഇത്ര ഇതുള്ളൂ, എനിക്കിതിന് തോൽക്കാൻ സാധ്യത മുൻവിധി വേണ്ട. നമ്മൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ജയിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ഇതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക്. നമ്മുടെ ചാനലിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. സോ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസ് കിട്ടും, നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മറക്കണ്ട, നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 7 രണ്ടാമത്തെ ബാച്ചിലുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല, പ്രീ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടില്ല, ഏതൊക്കെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകൾ വേണം, സപ്പോർട്ട് വേണം, ക്രാഷ് കോഴ്സും എടുക്കുക. താഴെ നമ്പർ വിളിച്ച് മക്കളെ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ. ഒരു വീഡിയോ യൂസ്ഫുൾ ആയി അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെയും താങ്ക് യു.